ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹോ. അഭിലാഷിനു ചുറ്റുമായിരുന്നു അന്ന് എല്ലാവരും. ഗൾഫിലുള്ള അവന്റെ മാമൻ അവന് സോണിയുടെ മൊബൈൽ ഫോൺ കൊടുത്തയച്ചിരിക്കുന്നു. പരസ്പരം മ്യൂസിക്കും വീഡിയോസും ഷെയർ ചെയ്യുകയാണ് എല്ലാവരും. ഓരോരുത്തരുടെയും കയ്യിലുള്ള മൊബൈൽ ഫോണിനെ പറ്റി സ്വയം എല്ലാവരും പുകഴ്ത്തി പറയുന്നുണ്ട്. കുറച്ചു നേരം നോക്കി നിന്ന ശേഷം നന്ദു അവിടെ നിന്ന് മാറി ബസ് സ്റ്റോപ്പിന്റെ ഒരു കോണിൽ പോയി നിന്നു. സുരേഷിനും കിരണിനും അബ്ദുവിനും എന്തിന് ക്ലാസ്സിലെ മിക്ക പെൺകുട്ടികളുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. ഈ കൂട്ടത്തിൽ തനിക്ക് മാത്രമില്ല. എല്ലാവരുടെയും കയ്യിലെ മൊബൈൽ ഫോണും പരസ്പരമുള്ള ചാറ്റിങ്ങും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ കാണുമ്പോൾ ഒരു മൊബൈൽ കിട്ടിയെങ്കിൽ കൊള്ളാമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അച്ഛനോട് പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണമെന്ന് ഒരു പിടിയുമില്ല. എല്ലാ ആവശ്യങ്ങളും പറയുന്ന പോലെ ആദ്യം അമ്മയുടെ അടുത്ത് പറയാം, അമ്മ വഴി അച്ഛനിൽ എത്തിക്കാം. കടുപ്പിച്ചെന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് അമ്മ നോക്കിക്കോളും. ചിലതെല്ലാം ആലോചിച്ചുറപ്പിച്ച് വന്ന ബസ്സിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ അമ്മ അടുക്കളയിലാണ്. ബാഗ് വെച്ചിട്ട് നന്ദു അടുക്കളയിലേക്ക് ചെന്നു. ചായ വാങ്ങി കുടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, അമ്മേ, ഇന്നൊരു സംഭവമുണ്ടായി. ചോദ്യഭാവത്തിൽ അമ്മ അവനെ ഒന്ന് നോക്കി. ഇന്നലെ ധന്യ ക്ലാസ്സിൽ വന്നില്ലായിരുന്നു. പക്ഷെ ഇന്നലെ പഠിപ്പിച്ചതൊക്കെ മാഷ് ചോദിച്ചപ്പോൾ അവൾ കൃത്യമായി പറഞ്ഞു. ഇന്നലെ മാഷ് തന്ന നോട്ട്സൊക്കെ സുമേഷ് മൊബൈലിൽ കൂടെ അയച്ചു കൊടുത്തത്രേ. മൊബൈൽ ഉണ്ടെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങളാ അല്ലേ? അവൻ ഇടക്കണ്ണിട്ട് അമ്മയെ നോക്കി. അച്ഛനോട് പറഞ്ഞ് അമ്മ എനിക്കൊരു മൊബൈൽ വാങ്ങി തരുമോ? മാലതി അരി കഴുകുന്നത് നിർത്തി നന്ദുവിനെ നോക്കി പറഞ്ഞു. നീ എന്തറിഞ്ഞിട്ടാ നന്ദൂട്ടി ഈ പറയണേ? മൊബൈലിന് എത്ര പൈസ ആകുമെന്ന് വെച്ചിട്ടാ? മെസ്സേജ് ഒക്കെ അയക്കാൻ പറ്റണ ഫോണല്ലേ നീ ഉദ്ദേശിക്കുന്നേ? അതിന് 10,000 രൂപയെങ്കിലും ആകില്ലേ? നിന്റെ ചേച്ചിയുടെ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കണം. പിന്നെ താഴെയുള്ളത് 2 ആഴ്ച മുമ്പേ പ്രായം തികഞ്ഞു നിൽക്കുന്ന കുട്ടിയാണ്. അതിന്റെ കാതിലും കയ്യിലും ഒരു തരി പൊന്നു പോലും ഇല്ല. ഒരു ചെറിയ കമ്മലെങ്കിലും ഈ ആഴ്ച കൊണ്ടുവരാമെന്നും പറഞ്ഞ് അച്ഛൻ പോയിരിക്കണേ. അച്ഛൻ ഒറ്റയ്ക്ക് ജോലി ചെയ്തല്ലേ മോനെ ഇതൊക്കെ നടത്തണേ? മാലതി അലിവോട് അവനെ ഒന്ന് തഴുകി. നന്ദു ഒന്നും മിണ്ടാതെ നിരാശയോടെ തിരിഞ്ഞു നടന്നു. അവന്റെ മുഖത്തിലെ വിഷമം കണ്ട് മാലതി വിളിച്ചു പറഞ്ഞു, ഇന്ന് രാത്രി എന്തായാലും അച്ഛൻ വരുമല്ലോ, ഞാൻ പറഞ്ഞു നോക്കാം. മോൻ ഒരുപാട് ആശ വെക്കണ്ടാട്ടോ. നന്ദു പുസ്തകമെടുത്ത് ഹാളിലേക്ക് പോയി. രാത്രി 8 മണിക്ക് മുന്നേ ശിവദാസൻ കയ്യിൽ കുറച്ച് പച്ചക്കറിയും ബേക്കറി സാധനങ്ങളുമായി വീട്ടിലെത്തി. തൃശൂർ ഉള്ള ഒരു കാലിത്തീറ്റ കമ്പനിയിലാണ് ശിവദാസന് ജോലി. ദൂരം കൂടുതലായതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലേ വരൂ. ശിവദാസൻ കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും നന്ദുവും അനിയത്തിയും പഠിപ്പൊക്കെ കഴിഞ്ഞ് ഹാളിൽ ടിവിയുടെ മുന്നിലിരിപ്പുണ്ടായിരുന്നു. സോഫയിൽ ഇരുന്ന ശേഷം ബാഗിൽ നിന്ന് അയാൾ ഒരു ചെറിയ വർണ്ണക്കടലാസിന്റെ പൊതി എടുത്തുകൊണ്ട് മോളെ അടുത്ത് വിളിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു. തുറന്നു നോക്കി അവളുടെ കണ്ണിൽ സന്തോഷം തുടികൊട്ടുന്നത് നന്ദു കണ്ടു. ഒരു ജോഡി സ്വർണത്തിലുള്ള കുഞ്ഞി കമ്മലുകളായിരുന്നു അതിൽ. അതെടുത്ത് അനിയത്തിയുടെ കാതിൽ ഇട്ട് കൊടുക്കുന്നതിനിടയിലാണ് മാലതി പറഞ്ഞത്, നന്ദുവിനൊരു മൊബൈൽ ഫോൺ വേണമത്രേ. ക്ലാസ്സിലുള്ള കുട്ടികൾക്കെല്ലാം ഉണ്ടെന്ന്. ഒരെണ്ണം വാങ്ങിക്കൊടുക്കാൻ പറ്റുമോന്ന് അവൻ ചോദിച്ചിരുന്നു. ഇത് കേട്ടതും നന്ദു ചെറുതായി ഒന്ന് ഭയന്നു. ആരുമില്ലാത്തപ്പോൾ അമ്മ ഇത് പറയുമെന്നാണ് അവൻ വിചാരിച്ചത്. അവൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. ശിവദാസൻ നന്ദുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നിനക്കിപ്പോ എന്താ മൊബൈലിന്റെ ആവശ്യം? മാഷിമാർ പറഞ്ഞു തരുന്നത് പഠിക്കാൻ മൊബൈലിന്റെ ആവശ്യമുണ്ടോ? ചേച്ചിയെ പോലെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ വിളിക്കാനാണെങ്കിലും പറയാം. വീട്ടിൽ നിന്ന് 5 കിലോമീറ്ററുള്ള സ്കൂളിൽ ദിവസവും പോയി വരുന്ന നിനക്ക് മൊബൈലിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഫേസ്ബുക്ക് മെസ്സേജ് അയക്കണ കുന്ത്രാണ്ടമൊക്കെ തുടങ്ങി പഠിപ്പിൽ ഉഴപ്പാനാണോ പരിപാടി? കഴിഞ്ഞ പരീക്ഷയിൽ അറിയാലോ, മാർക്ക് കുറവായിരുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? മൊബൈലിന്റെ ആവശ്യം എന്താണെന്ന് പറ. പെട്ടെന്ന് എന്ത് പറയണമെന്ന് നന്ദുവിന് നിശ്ചയമുണ്ടായിരുന്നില്ല. മഞ്ഞപ്പിത്തം വന്നതുകൊണ്ട് ക്ലാസ് മിസ്സായില്ലേ അച്ഛാ, അതുകൊണ്ടാ മാർക്ക് കുറഞ്ഞത്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. മൊബൈലിന്റെ ആവശ്യമൊന്നും ഇല്ല ഇപ്പോ. എല്ലാവരുടെയും കയ്യിൽ കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. നിറഞ്ഞു വന്ന കണ്ണുകൾ ആരും കാണാതിരിക്കാൻ അവൻ വേഗം മുറിയിലേക്ക് നടന്നു. മൊബൈലിന്റെ ആവശ്യമില്ല തനിക്കെന്ന് അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഒരു ദിവസത്തെ ലീവ് കഴിഞ്ഞ് ശിവദാസൻ തിരിച്ചുപോയി. മൊബൈലിന്റെ കാര്യം നന്ദു പാടെ മറന്നു. കൂടുതൽ സമയം പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചു. ഒരാഴ്ച പെട്ടെന്ന് കടന്നുപോയി. ശനിയാഴ്ച വൈകിട്ട് അമ്മ തേങ്ങ അരച്ച് മീൻകറി വെക്കാൻ പുറപ്പെടുന്നത് കണ്ടപ്പോൾ തന്നെ നന്ദുവിന് മനസ്സിലായി, ഇന്ന് അച്ഛൻ വരുന്നുണ്ടെന്ന്. നേരിട്ട് അവൻ സംസാരിച്ചില്ലെങ്കിലും വീട്ടിൽ അച്ഛന്റെ സാന്നിധ്യം അവന് ഏറെ ഇഷ്ടമായിരുന്നു. അന്ന് പതിവിലും നേരത്തെ ശിവദാസൻ വീട്ടിലെത്തി. പതിവ് പോലെ പച്ചക്കറിയും ബേക്കറി സാധനങ്ങളും അമ്മയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഇത്തിരി വെള്ളം ചൂടാക്കൂ, ഒന്ന് ആവി പിടിക്കണം. ഞാൻ ദാ വരുന്നു.
പഠിക്കുകയായിരുന്ന നന്ദുവിന്റെയും അനിയത്തിയുടെയും മുൻപിലായി അയാൾ വന്ന് ബാഗ് തുറന്ന് ഒരു പാക്കറ്റ് പുറത്തെടുത്ത് നന്ദുവിന്റെ മുൻപിൽ വെച്ചു. ഒന്നേ നോക്കിയുള്ളൂ. നന്ദു അറിയാതെ എഴുന്നേറ്റ് നിന്നുപോയി. അധികം വിലയില്ലാത്തതും എന്നാൽ തരക്കേടില്ലാത്തതുമായ സാംസങ് ഫോൺ. ചിരിച്ചുകൊണ്ട് ശിവദാസൻ പറഞ്ഞു. ഇനി ഇതിന്റെ കുറവ് വേണ്ട, പഠിത്തത്തിൽ ഉഴപ്പാതിരുന്നാൽ മതി. നന്ദുവിന്റെ മുഖത്ത് പ്രകാശം പരന്നു. ശിവദാസൻ വസ്ത്രം മാറി തോർത്തെടുത്ത് പിന്നാമ്പുറത്തേക്ക് പോകുമ്പോൾ നന്ദുവും അനിയത്തിയും മൊബൈലിൽ പണികൾ തുടങ്ങിയിരുന്നു. ഇടയ്ക്കൊന്ന് അടുക്കളയിലോട്ട് നോക്കിയപ്പോഴാണ് അവൻ കണ്ടത്, ഒരു വിറകുകൊള്ളി കത്തി പുറത്തേക്ക് വീഴാൻ നിൽക്കുന്നു. നന്ദു മൊബൈൽ താഴെ വെച്ച് അടുക്കളയിലേക്ക് നടന്ന് ആ വിറകുകൊള്ളി ശരിയാക്കി വെച്ച് അടുക്കളയിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴാണ് അമ്മയുടെ ശബ്ദം അവന്റെ കാതിൽ വീണത്. നിങ്ങൾക്കിതിന്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? പറഞ്ഞാൽ മനസ്സിലാകാത്ത കുട്ടിയൊന്നുമല്ല അവൻ. അവൻ പാതി തുറന്ന ജനലിലൂടെ പുറത്തേക്കൊന്ന് എത്തി നോക്കി. കുളിമുറിയിലെ തിട്ടയിലിരിക്കുന്ന അച്ഛന് തോർത്ത് ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് അമ്മ ആവി പിടിക്കുന്നു. തന്നെപ്പറ്റിയാണല്ലോ സംസാരമെന്ന് വിചാരിച്ച് അവൻ അവിടേക്ക് കാതു കൂർപ്പിച്ചു. അവന്റെ കണ്ണന്ന് നിറഞ്ഞത് നീയും കണ്ടതല്ലേ? അത്രയ്ക്ക് ന്യായമല്ലാത്ത ഒരു കാര്യവുമൊന്നുമല്ല അവൻ ചോദിച്ചത്. അവന്റെ പ്രായത്തിലുള്ള എല്ലാ പിള്ളേരുടെയും കയ്യിലും ഇപ്പൊ ഫോണുണ്ട്. പെട്ടെന്ന് 10,000 രൂപ ഉണ്ടാക്കാൻ ഞാൻ വേറെ വഴിയൊന്നും കണ്ടില്ല. വലിയ കഷ്ടമൊന്നുമില്ലായിരുന്നു. ജോലി കഴിഞ്ഞ് ദിവസവും 2 മണിക്കൂർ ലോഡിങ്ങിന് നിന്നു. ചാക്കൊന്നിന് 20 രൂപ വെച്ച് കിട്ടും. അപ്പൊ അവന്റെ മുഖം ആലോചിച്ചപ്പോൾ ഒരു ചാക്കും എനിക്ക് ഭാരമുള്ളതായി തോന്നിയില്ല. നമുക്ക് ആണായിട്ട് അവൻ ഒന്നല്ലേ ഉള്ളൂ. നീ കാര്യമാക്കണ്ട. ഞാൻ മൊബൈൽ കൊടുത്തപ്പോൾ അവന്റെ മുഖം കാണേണ്ടതായിരുന്നു. മക്കളുടെ മുഖത്തെ സന്തോഷം കാണാനല്ലേടി ഞാനും നീയും ഒക്കെ ഈ പെടാപ്പാട് പെടുന്നേ. മഞ്ഞപ്പിത്തം വന്നില്ലായിരുന്നെങ്കിൽ അവനാകുമായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് എന്ന് അവന്റെ മാഷ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. നീ പോയി ചോറെടുത്ത് വെക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. നന്ദു തിരിഞ്ഞ് റൂമിലേക്ക് നടക്കുമ്പോൾ അവന്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകിയിരുന്നു. റൂമിലേക്ക് വന്ന അവന്റെ മുഖം കണ്ട അനിയത്തി ഒന്ന് ഞെട്ടി. ഒന്നും മിണ്ടാതെ ആ മൊബൈൽ അവൻ പഴയതുപോലെ പാക്ക് ചെയ്യാൻ തുടങ്ങി. ഈ മൊബൈലിന് വേണ്ടി അച്ഛൻ 50 കിലോ വരുന്ന എത്ര ചാക്കുകൾ ചുമന്നിട്ടുണ്ടാകും എന്നോർത്തപ്പോൾ അവന്റെ നെഞ്ചുരുകി. മൊബൈൽ വേണമെന്ന് തോന്നിയ നിമിഷത്തെ അവൻ ശപിച്ചു. മൊബൈൽ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ശിവദാസൻ കുളി കഴിഞ്ഞ് ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. സമീപത്തായി മാലതിയും. ശിവദാസന്റെ മുമ്പിലുള്ള മേശമേൽ ഫോൺ കൊണ്ടുവച്ച് അവൻ പറഞ്ഞു, എനിക്ക് ഈ മൊബൈൽ വേണ്ട. അച്ഛൻ ഇത് തിരിച്ചു കൊടുത്ത് ആ പൈസ വാങ്ങൂ. ശിവദാസൻ അമ്പരന്നു. അതെന്താ നിനക്ക് വേണ്ടാത്തത്? നല്ലതല്ലേ ഈ ഫോൺ? അതുകൊണ്ടൊന്നുമല്ല. ഈ ഫോൺ ഇനി എനിക്ക് സന്തോഷത്തോടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ഇത് കാണുമ്പോഴൊക്കെ എനിക്ക് അച്ഛൻ ചാക്കു ചുമന്ന കാര്യം ഓർമ്മ വരും. സങ്കടം കൊണ്ട് അവന്റെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. മാലതിയും ശിവദാസനും പരസ്പരം ഒന്ന് നോക്കി. തങ്ങൾ സംസാരിച്ചത് അവൻ കേട്ടു എന്ന് അവർക്ക് മനസ്സിലായി. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ശിവദാസൻ പറഞ്ഞു, മോനെ നന്ദു, നിനക്ക് പ്രായത്തിൽ കൂടുതൽ പക്വതയുണ്ടെന്ന് എനിക്കറിയാം. ഒരച്ഛൻ എന്ന നിലയിൽ എനിക്കതിൽ അഭിമാനവും സന്തോഷവുമുണ്ട്. പിന്നെ അച്ഛൻ ഇത് കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണെന്ന് കരുതി വിഷമിക്കണ്ട. മക്കൾക്ക് വേണ്ടിയല്ലാതെ പിന്നെ അച്ഛൻ ആർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്? അച്ഛന്റെയും അമ്മയുടെയും വിയർപ്പ് കൊണ്ടുണ്ടാക്കി എന്തും ഉപയോഗിക്കാൻ മക്കൾക്ക് പൂർണ്ണ അധികാരമുണ്ട്. ഇനി മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നിനക്ക് സങ്കടമല്ല, അഭിമാനമാണ് തോന്നേണ്ടത്. എന്റെ അച്ഛൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് കഷ്ടപ്പെട്ട് വാങ്ങിച്ചു തന്നതാണെന്ന് വേണം കരുതാൻ. 2 വർഷം കൊണ്ട് കേടാകുന്ന ഈ സാധനം വാങ്ങാൻ അച്ഛൻ പെട്ട പാട് എന്റെ മോന്റെ മനസ്സിൽ ഇപ്പോൾ തോന്നിയെങ്കിൽ നിങ്ങളെ ഇത്ര വർഷം വളർത്താൻ പെട്ട കഷ്ടപ്പാടും നിന്റെ മനസ്സിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എനിക്കത് മതി. നിറഞ്ഞ അവന്റെ കണ്ണു തുടച്ചുകൊണ്ട് മൊബൈൽ എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്ത് ശിവദാസൻ ചിരിച്ചുകൊണ്ട് പറയുന്ന മാലതിയെയും മോളെയും നോക്കി പറഞ്ഞു, പോയി ചോറെടുത്ത് വെക്കിനടി പെണ്ണുങ്ങളെ, വിശന്നിട്ട് കുടൽ കരിയാൻ തുടങ്ങി.